ഇപ്പോൾ മിക്കവാറും എല്ലാ വീടുകളിലും ഉള്ളതല്ലേ ഈ റംബൂട്ടാൻ. പക്ഷെ എന്തോ ഇപ്രാവശ്യത്തെ കാലാവസ്ഥ അത്ര ശരിയല്ലായിരുന്നു എന്ന് തോന്നുന്നു. കുറേയേറെ കൊഴിഞ്ഞു പോയി. ബാക്കിയുള്ളതൊക്കെ വവ്വാലും തത്തയും കിളികളുമാ തിന്നെ. കിട്ടിയത് കുറേ ഞാൻ ഇറുത്തെടുത്ത്. ഇനി അതിൽ നിന്ന് ഞാൻ കുറച്ച് പഴുത്തതും പഴുക്കാത്തതും കൂടെയായിട്ട് ഇറുത്തെടുത്ത്. ഒരു പ്രത്യേക കാര്യം നിങ്ങൾ ഓർക്കണേ. സാധാരണ റംബൂട്ടാൻ കഴിക്കുമ്പോൾ ആരും ഇതിൻ്റെ അരി കഴിക്കാറില്ല അല്ലേ? അരി കളയുകയല്ലേ പതിവ്. പക്ഷേ ഇനി മുതൽ നിങ്ങൾ ചെയ്തോളൂ, അരി കളയരുതേ. ആ പഴം കഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ അരിയും കൂടെ ചവച്ച് കുറേശ്ശെയായിട്ട് കഴിച്ചു നോക്കിയേ. എന്ത് ടേസ്റ്റാണെന്നറിയാമോ? എനിക്കും അറിയില്ലായിരുന്നു. ഞാൻ ഒന്ന് കഴിച്ചു നോക്കിയപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് എനിക്കും പിടികിട്ടിയത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ പഴവും അതിൻ്റെ അരിയും കൂടെ ചേർത്ത് കടിച്ച് കഴിക്കാനായിട്ട്. കുറേശ്ശെ കുറേശ്ശെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ അത് അരിയോട് കൂടി തന്നെ നമുക്ക് നുറുക്കിയിട്ട് പ്ലേറ്റിൽ കൊടുക്കാം, കൊച്ചു കുട്ടികൾക്ക്. പിന്നെ തീരെ പൊടി മക്കൾക്ക് മാത്രം നമ്മളതിൻ്റെ മാംസമുള്ള ഭാഗം ഇറുത്താൽ മതി. നോക്കി ഇതുപോലെ അരിയോട് കൂടി ചവച്ച് നോക്കി എന്ത് ടേസ്റ്റാണെന്നറിയാമോ? പിന്നെ ഇത് ഫ്രൂട്ട് കഴിക്കാൻ മാത്രമല്ല കേട്ടോ, ഇതിങ്ങനെ ഇറുത്തെടുത്താൽ നമുക്ക് അച്ചാർ തയ്യാറാക്കാം. പിന്നെ ഈ റംബൂട്ടാൻ തന്നെ കൂഴയും വരിക്കയും രണ്ട് തരത്തിലുണ്ടല്ലോ. വരിക്കയാകുമ്പോൾ നമുക്കതിൻ്റെ കുരു പെട്ടെന്ന് വേർതിരിക്കാൻ പറ്റും. ആ പഴുത്ത മാംസം മാറ്റാൻ എളുപ്പമാണ് ഒരു കത്തി കൊണ്ട്. അങ്ങനെ മാറ്റിയെടുക്കുന്ന കുരു ആയാലും അല്ല കൂഴയായാലും മാംസത്തോടു കൂടിയായാലും നമുക്ക് അടിപൊളി അച്ചാർ തയ്യാറാക്കാം കേട്ടോ. അച്ചാർ തയ്യാറാക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ.